ആരാണ് ഈ കഥ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എവിടെ നിന്നോ എനിക്ക് കിട്ടിയ അത്, പക്ഷേ വളരെ പഴയ കാലത്തെ കഥയൊന്നുമല്ല. നമ്മുടെ ഈ ഇംഗ്ലീഷുകാരൊക്കെ ഭരിച്ചിരുന്ന കാലത്തെ ഒരു കഥയായിരിക്കാം. കാരണം അതിനകത്ത് ഈ ടെലിഗ്രാം ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി അതിനകത്തുണ്ട്. അത് അതിനൊരു പേരിട്ടു. എന്നിട്ടൊരു സ്കിറ്റ് രൂപത്തിൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് എഴുതി. അതിൻ്റെ പേര് കമ്പിയടിച്ച കോരൻ എന്നാണ്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രായമായ സ്ത്രീ തനിച്ച് താമസിക്കുന്ന വീട്ടിലേക്കൊരു ആ നാട്ടിലുള്ള ഒരാളിങ്ങനെ വരികയാണ്. അപ്പം ആ വഴിയിലൂടെ പോകുമ്പോൾ ഈ പായസത്തിൽ ഏലക്ക ഇട്ടിട്ട് ഇങ്ങനെ ഇതാവുന്നതിൻ്റെ ഒരു മണം കിട്ടിയപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ നാവിൽ വെള്ളം കൂടി. അങ്ങനെ പതുക്കെ പായസം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് കുടിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ പുള്ളി ആ വീട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ ഒന്ന് ചുമച്ചപ്പോൾ മുരടനക്കിയപ്പം ആ സ്ത്രീ വയസ്സായ സ്ത്രീ പുറത്തേക്ക് വന്നു. എന്താണ് കോരാന്ന് ചോദിച്ചു. അപ്പോൾ കോരൻ പറഞ്ഞില്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ വന്നാണ്, എന്താ ഒരു മണമൊക്കെ ഇല്ലേ, അതങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം ഈ പായസം വെളിപ്പെടുത്താൻ അവരും തയ്യാറല്ല, പായസം ഉണ്ടാക്കുന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല. ഒടുവിൽ അവർ പറഞ്ഞു അതല്ല, അത് പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങളിങ്ങനെ ഇന്ന് പട്ടാളത്തിലുള്ള മോൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ഇങ്ങനെ ഓർമ്മിച്ചിട്ട് അവൻ്റെ പേരിൽ കുറച്ച് പായസം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെയും കുറച്ച് നേരം അയാളിങ്ങനെ എന്നിട്ട് പിന്നെ ഒന്നുമില്ല, കോരൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ ഒരു വിധത്തിലും ഈ സ്ത്രീ ഒരു ഗ്ലാസ് പായസം കോരൻ ഓഫർ ചെയ്തേയില്ല. അവസാനം കോരന് ആലോചിച്ചിട്ടൊരു ഐഡിയ തോന്നുകയാണ്. അല്ല, നിങ്ങൾ മോൻ്റെ ജന്മദിനമല്ലേ, അപ്പോൾ അവന് കുറച്ച് പായസം അയച്ചു കൊടുക്കണ്ടേ? മോനങ്ങ് ഗുജറാത്തിലെ മറ്റുള്ളതാണ്. അപ്പോൾ പായസം അങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റുന്നു, അവിടെ എത്തുമ്പോഴേക്കും ചീത്തയായി പോയില്ലേ, അതിന് പായസം കമ്പിയടിച്ചാൽ പോരെ. പായസം കമ്പിയടിക്കാൻ പറ്റും. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് 2 ചാക്ക് അരി ഇന്ന് രാവിലെ ഒരാൾ കമ്പിയടിച്ചിട്ട് ഇവിടെ എത്തിയത്. അങ്ങനെ കമ്പിയടിച്ചിട്ട് വന്ന സാധനങ്ങളെക്കുറിച്ച് കോരൻ വാചാലമായി സംസാരിച്ചു. അങ്ങനെ അവസാനം എന്നാൽ പിന്നെ കുറച്ച് പായസം ഈ ഏകദേശം 3/4 ഭാഗം പായസം കമ്പിയടിക്കാൻ വേണ്ടിയിട്ട് മകന് കമ്പിയടിക്കാൻ കൊടുക്കാൻ വേണ്ടി ഈ കോരൻ്റെ കൈ കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മകൻ്റെ കത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോനും കൂടി ഒരു സ്ഥലത്തും പായസത്തിൻ്റെ പേര് പായസം കിട്ടിയതായിട്ട് മോൻ പറയുന്നില്ല. അവസാനം അമ്മ ചോദിച്ചു, മോനെ പായസം കിട്ടിയോ ഇല്ലയോ, ഒരു പായസം കമ്പിയടിച്ചിരുന്നല്ലോ, എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് കത്തയച്ചു. അമ്മയ്ക്കെന്താ ഭ്രാന്തുണ്ടോയെന്ന് ചോദിച്ചിട്ട് മകൻ്റെ മറുപടി വന്നു. അങ്ങനെ ഒരു ദിവസം കോരനെ പിടിച്ചു. നീ പായസം കമ്പിയടിക്കാൻ പറഞ്ഞിട്ട് നീ എന്ത് ചെയ്തു, അതെവിടെയത്? നീ കുടിച്ചല്ലേ എന്ന് പറഞ്ഞ്, അയ്യോ കുടിച്ചതല്ല, അതൊരു സംഭവം പറ്റി, അത് ഞാൻ പറ്റി നിങ്ങൾക്കൊരു വിഷമം വേണ്ടെന്ന് വെച്ചാൽ അന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഈ മണ്ണിൻ്റെ പാത്രത്തിലല്ലേ അങ്ങോട്ട് കമ്പി അടിച്ചത് പായസം, അവിടുന്ന് ഒരു ഇരുമ്പലൊക്കെ ഇങ്ങോട്ട് കമ്പി അടിച്ചിട്ടുണ്ടായിരുന്നു ആരോ. അങ്ങനെ ഈ ഇരുമ്പലൊക്കെ തട്ടിയിട്ട് ഈ മണ്ണിൻ്റെ പാത്രം പൊട്ടിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ പായസം അയക്കാമെന്ന് പറഞ്ഞു, കമ്പി അടിക്കാമെന്ന് പറഞ്ഞു. ഈ സാധനം ഈ സ്കൂളിൽ അന്നത്തെ എൻ്റെ ഒരു ധാരണ വെച്ചിട്ട് ഇതൊക്കെ ഇതിനകത്തുണ്ട് എന്തായാലും. പക്ഷെ അതൊരു വൻ ഹിറ്റായി അവിടെ ആ ക്ലാസ്സിലല്ല, സ്കൂളിലെ സാഹിത്യ സമാജം വെള്ളിയാഴ്ച നടക്കുന്ന സാഹിത്യ സമാജത്തിലാണ് ഞാൻ 2-3 സുഹൃത്തുക്കളെ കൂടി ചേർന്നിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തത്. വേറെ ചില ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. പിന്നീടുള്ള ആഴ്ചകളിൽ മുഴുവൻ അധ്യാപകർ ഞങ്ങളെ ഇങ്ങോട്ട് നിർബന്ധിക്കുക. പിന്നെ അതെനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായും വിഷമായിട്ടും മാറി. കാരണം ഓരോ ആഴ്ചയിലും ഇതിന് മാത്രം സ്കിറ്റ് ഉണ്ടാക്കാനുള്ള വകുപ്പ്. പിന്നെ അങ്ങനെയാണ് വായന ഞാൻ കൂടുതൽ ശക്തമാക്കിയത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലാക്കി ഞാൻ അവതരിപ്പിക്കും.